ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബോട്ടിൽ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് കളർ കൊടുത്തത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ പെൻസിൽ വെച്ചിട്ട് കുറച്ച് പൂക്കളോ ഇലകളൊക്കെ വരച്ചിട്ടുണ്ട്. അതിന് കളർ കൊടുക്കാനായിട്ട് ഞാനിവിടെ നിയോൺ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നിയോൺ കളേഴ്സിൽ റോസ്, ഓറഞ്ച്, ബ്ലൂ അതാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇലകൾക്ക് കളർ കൊടുക്കാനായിട്ട് മെറ്റാലിക് ഗ്രീനും നിയോൺ കളറുള്ള ഗ്രീൻ കളേഴ്സും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് തിന്നായിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പോൾ നമുക്കിനി കളർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ ചെറിയ ബോട്ടിലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ആ ഫ്ലവേഴ്സും പെറ്റൽസൊക്കെ ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്ന പോലെ തോന്നുന്നത്. നിങ്ങളിതുപോലെ ചെറിയ ബോട്ടിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഡോട്ട്സ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വരയ്ക്കുന്ന ഇലകൾക്ക് ലൈറ്റ് ഗ്രീനും പിന്നെ കോർണറിൽ 3 ഇലകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഞാൻ മെറ്റാലിക് ഗ്രീൻ കൊടുത്തേക്കുന്നത്. ചെടിയുടെ വള്ളികൾ വരയ്ക്കാനായിട്ട് യെല്ലോ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിയോൺ കളറിലെ യെല്ലോ അല്ലെങ്കിൽ സാധാ യെല്ലോ കളറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ ബോട്ടിൽ തന്നെയുള്ളൊരു ഡിസൈൻ ഉണ്ട്, അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മെറ്റാലിക് ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ബോട്ടിലെ പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിക്ക് മുകളിൽ പ്ലെയിനായിട്ട് കിടക്കണ കണ്ടപ്പോൾ എന്തെങ്കിലും അവിടെ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ബോട്ടിലിൻ്റെ മുകൾ ഭാഗം പ്ലെയിൻ ആയിട്ടുള്ളപ്പോൾ ഞാനെടുത്ത പിക്ചേഴ്സാണ്. ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഗിൽറ്റും ഗ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തത്. നമുക്കിങ്ങനെ പല കളറിലെ ഗിൽറ്റ് വാങ്ങാൻ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ ഒറ്റ ബോട്ടിൽ തന്നെ പല ഷെയ്ഡുകളിൽ വന്നിട്ടുള്ളതാണ് എടുത്തേക്കുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് ഓപ്പണിങ്സ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ യെല്ലോയും റോസും ആണ് എടുക്കുന്നത്. ഗിൽറ്റും ഗ്ലൂവും എല്ലാം വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം യെല്ലോവും ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് നോക്കി. അതിന് ശേഷമാണ് ഞാൻ കുറച്ച് റോസ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതേ 3 കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഗിൽറ്റൊന്നും തൊട്ടാൽ നമ്മുടെ കയ്യിലൊന്നും ആവില്ല. ഇനി ഞാൻ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ സ്റ്റോൺ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഗ്ലൂ ഒക്കെ അതിന്മേൽ കൂടി തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ ബോട്ടിലായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.